ഇതാണ് ശബരിമലയിലെ മണിമണ്ഡപം. തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ശബരിമലയിലെത്തിയ മണികണ്ഠൻ കുടിൽ കെട്ടി ധ്യാനത്തിലിരുന്ന് യോഗസമാധിയായ ഇടമാണ് ഈ മണിമണ്ഡപം ഇരിക്കുന്ന സ്ഥാനം. മണിമണ്ഡപത്തിനടിയിൽ ഒരു ശ്രീചക്രമുണ്ടെന്നും അത് മണികണ്ഠൻ പൂജിച്ചിരുന്ന 3 ചക്രങ്ങളിലൊന്നാണെന്നും മറ്റു 2 യഥാക്രമം ശ്രീകോവിൽ 18-ാം പടി ഇവിടങ്ങളിലുണ്ടെന്നുമാണ് വിശ്വാസം. ശബരിമല ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് മണിമണ്ഡപം. മറവപ്പടയെ തോൽപ്പിച്ചെത്തിയ മണികണ്ഠൻ വിശ്രമിച്ച സ്ഥലം, പന്തള രാജാവിന് ക്ഷേത്രം നിർമ്മിക്കേണ്ട സ്ഥലം കാണിച്ചു കൊടുക്കുവാൻ ഇത് ശരം വന്നു തറച്ച സ്ഥലം, ഇങ്ങനെ മണിമണ്ഡപത്തിന് പല പല വിശ്വാസങ്ങളുണ്ട്. മാളികപ്പുറത്ത് നടയുടെ സമീപമാണ് മണിമണ്ഡപം. മാളികപ്പുറത്ത് എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. മകരജ്യോതി കഴിഞ്ഞാൽ 5 ദിവസവും കളമെഴുത്തുണ്ട്. റാന്നി കുന്നേക്കാട്ട് കുടുംബത്തിലെ കുറുപ്പന്മാർക്കാണ് ഇവിടെ പാരമ്പര്യമായ അവകാശമുള്ളത്. ശബരിമല മാളികപ്പുറം മണിമണ്ഡപത്തിൽ നടക്കുന്ന മകരവിളക്ക് അടിയന്തരത്തിന് നേതൃത്വം കൊടുക്കുന്നത് റാന്നി കുന്നേക്കാട്ട് കുറുപ്പന്മാരാണ്. അപ്പൊ ആ ഒരു ചടങ്ങിനെ പറ്റിയൊക്കെ നമ്മളോട് വിശദമായിട്ട് പറയാൻ ഇന്ന് രതീഷ് അയ്യപ്പക്കുറുപ്പ് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇപ്പൊ ശബരിമല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശബരിമല പോകുന്നു, അല്ലെങ്കിൽ വ്രതം എടുത്ത് ശബരിമല പോയി അയ്യപ്പനെ കാണുന്നു, തൊഴുതു മടങ്ങുന്നു. പിന്നെ മകരവിളക്ക് ഉത്സവം, ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ. അതോടുകൂടി അവിടെ ശബരിമലയിലെ ചടങ്ങുകളൊക്കെ തീരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിൽ കൂടുതൽ ശബരിമലയിൽ പിന്നീട് ഒരുപാട് ചടങ്ങുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് അതിൽ കുറേ കാര്യങ്ങളിലൊക്കെ കടക്കുന്നതിന് മുമ്പ് അവിടുത്തെ മണിമണ്ഡപം വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥാനമാണെന്ന് കേട്ടിട്ടുണ്ട്. മണിമണ്ഡപം എന്താണ്? മണിമണ്ഡപത്തെ പറ്റി ഒക്കെ ഒന്ന് പറയാം. ചരിത്ര പുരുഷനായ അയ്യപ്പസ്വാമി മനുഷ്യ തലത്തിൽ നിന്ന് ദേവൻ്റെ തലത്തിലേക്ക് മാറ്റപ്പെട്ട സ്ഥലം, അല്ലെങ്കിൽ ഭഗവാൻ തപസ് ചെയ്ത സ്ഥലം, സമാധിയായ സ്ഥലം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ് മണിമണ്ഡപം. മണിമണ്ഡപം വർഷത്തിൽ 6 ദിവസം മാത്രമേ തുറന്ന് ആചാരങ്ങൾ ചെയ്യത്തുള്ളൂ. പന്തളം കൊട്ടാരത്തിൻ്റെ വകയായി നടക്കുന്ന മകരവിളക്ക് അടിയന്തരത്തിലാണ് അത് ചെയ്യുന്നത്. മണിമണ്ഡപത്തിൻ്റെ പ്രധാനപ്പെട്ട മണിമണ്ഡപം എന്ന് പറഞ്ഞാൽ അത് അയ്യപ്പൻ്റെ സമാധി എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. അയ്യപ്പൻ്റെ സമാധി എന്നാണ് അല്ലേ? അത് ഒന്ന് വിശദമായിട്ട് പറയാമോ? അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അവരവിടെ ചെന്ന് തിരിച്ചു വരുമ്പോഴത്തേനും അവർക്ക് വീണ്ടും ശബരിമലയിലേക്ക് എത്തണമെന്നൊരു ത്വരയുണ്ടാകും. ഈ ത്വര ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ നമ്മുടെ സിദ്ധന്മാർ, യോഗിമാരൊക്കെ തപസ് ചെയ്ത സ്ഥലത്ത് ആ ആൽഫ ബീറ്റ ഗണങ്ങളായിട്ട് ആ എനർജി നിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമാണ് വീണ്ടും അവർക്ക് വരാനുള്ള ഒരു ടെൻഡൻസി തോന്നുന്നത്. അതുകൊണ്ടാണ് സമാധി പ്രത്യേകതയുള്ളത്. മണിമണ്ഡപത്തിൽ പൂജകളോ വിധികളോ അങ്ങനെ എന്തൊക്കെയാണ്? മണിമണ്ഡപത്തിൽ താന്ത്രിക രീതിയിലുള്ള ഒരു പൂജയില്ല, മണികുട്ടി പൂജയാറില്ല. മണിമണ്ഡപവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ കളമെഴുത്ത്, എഴുന്നള്ളത്ത്, നായാട്ടുവിളി, പാട്ട്, ഗുരുതി എന്നിവയാണ്. മകരസംക്രമം മുതൽ 5 ദിവസമാണ് ശബരിമലയിൽ ഉത്സവം. സാധാരണ ഭക്തജനങ്ങളുടെ വിശ്വാസപ്രകാരം അല്ല, അവർ വിശ്വസിച്ചിരിക്കുന്നത് മകരവിളക്കോടുകൂടി ശബരിമലയിലെ ഉത്സവം കഴിഞ്ഞു എന്നാണ്. എന്നാൽ മകരവിളക്ക് മുതലാണ് ശബരിമലയിലെ പാരമ്പര്യമായ മകരവിളക്ക് മഹോത്സവം തുടങ്ങുന്നത്. മകരവിളക്ക് ദിവസം വൈകുന്നേരം 3 പെട്ടികളിലായി തിരുവാഭരണങ്ങൾ, പന്തളത്തു നിന്ന് കൊടുത്തുവിടുന്ന തിരുവാഭരണങ്ങൾ സന്നിധാനത്ത് എത്തിച്ചേരുന്നു. അത് ഒരു പെട്ടി മാത്രമേ 18-ാം പടിയിൽ കയറി സന്നിധാനത്തേക്ക് പോകുന്നുള്ളൂ. ബാക്കി 2 പെട്ടികളും മാളികപ്പുറത്തുള്ള മണിമണ്ഡപത്തിലേക്കാണ് വരുന്നത്. ഇതിൽ കളഭം അഭിഷേകം ചെയ്യാനുള്ള സ്വർണ്ണക്കുടം ഉള്ള കളഭപ്പെട്ടിയും, പിന്നെ അതിന് മുകളിൽ ഈ എഴുന്നള്ളത്തുകൾക്ക് ഉപയോഗിക്കാനുള്ള കൊടികളുടെ കുടയുമാണ്. 3ാമത്തെ പെട്ടിയിൽ വീരയോദ്ധാഭാവത്തിലുള്ള ഭഗവാന്റെ മീശ വിരിച്ച മുഖത്തോടു കൂടിയ തിടമ്പും തലപ്പാറ, ഉടുമ്പാറ മലകളുടെ കൊടികളും നെറ്റിപ്പട്ടവുമാണ്. അത്താഴപൂജയ്ക്ക് ശേഷം കളമെഴുതി പൂർത്തിയാക്കിയ മണിമണ്ഡപത്തിൽ കളമെഴുതി പൂർത്തിയാക്കുന്നു. തുടർന്ന് ഭഗവാന്റെ തിടമ്പിലേക്ക് ദേവചൈതന്യത്തെ ആവാഹിക്കുന്നു. തുടർന്ന് അവിടെ നിന്ന് കൊടിയടയും മറ്റ് അധികാര ചിഹ്നങ്ങളുടെ അകമ്പടിയോടെ ദേവനെ 18-ാം പടിക്കിലേക്ക് എഴുന്നള്ളിക്കുന്നു. ഈ എഴുന്നള്ളത്തിറങ്ങുമ്പോൾ അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വണങ്ങിയിട്ടാണ് പോകുന്നത്. അത് മാതൃസ്ഥാനത്തിലുള്ള ദേവതയായ സങ്കല്പിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ 18-ാം പടിക്കൽ ചെന്ന് നായാട്ട് വിളിച്ച്
നായാട്ടുപള്ളി പെരുന്നാട് പുന്നമ്മൂട്ട് എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ അവകാശമാണ്. അത് അയ്യപ്പൻ്റെ ചരിത്രവും ഐതിഹ്യവും കൂടെ ഇടകലർത്തി ഒരു പദ്യരൂപത്തിൽ ചൊല്ലുന്ന ഒരു കീർത്തനം ആണ് നായാട്ടുപള്ളി. നായാട്ടുപള്ളിക്ക് ശേഷം ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് മണിമണ്ഡപത്തിലെത്തി ബാക്കി ചടങ്ങുകൾ പൂർത്തിയാക്കുന്നു. അതോടുകൂടി ഒരു ദിവസത്തെ ഉത്സവം സമാപിക്കുന്നു. തുടർന്ന് 4 ദിവസവും ഇതേ ചടങ്ങുകൾ തന്നെ ആവർത്തിക്കപ്പെടുന്നു. കളത്തിൻ്റെ ഭാവത്തിന് മാത്രം വ്യത്യാസം ഉണ്ടാകുന്നു. ആദ്യത്തെ ദിവസം ബാലക ബ്രഹ്മചാരി ഭാവത്തിലുള്ള കളവും, രണ്ടാമത്തെ ദിവസം വില്ലാളി വീരഭാവത്തിലുള്ള കളവും, മൂന്നാമത്തെ ദിവസം രാജകുമാരൻ എന്നുള്ള സങ്കല്പത്തിലുള്ള കളവും, നാലാമത്തെ ദിവസം പുലിവാഹനൻ എന്നുള്ള സങ്കല്പത്തിലുള്ള കളവുമാണ് വരയ്ക്കുന്നത്. ഇതിൽ 3, 4, 5 ദിവസങ്ങളിൽ പന്തളം രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. പന്തളം കൊട്ടാരത്തിൽ നിന്ന് വലിയ തമ്പുരാട്ടി തന്നുവിടുന്ന പഞ്ചവർണ്ണ പൊടികൾ ഉപയോഗിച്ചാണ് കളം വരയ്ക്കാറുള്ളത്. തുടർന്ന് 5-ാമത്തെ ദിവസം ഇതേ എഴുന്നള്ളത്ത് ഇതേ അധികാര ചിഹ്നങ്ങളോടുകൂടി വളരെ കേമമായി ശരംകുത്തിയിലേക്ക് എഴുന്നള്ളിക്കുന്നു. ഭഗവാന്റെ ഉത്സവം സമാപിച്ചു എന്നുള്ള സങ്കല്പത്തിൽ തീവട്ടി, മേളം എന്നിവ ഒഴിവാക്കി ഭഗവാൻ ശരംകുത്തിയിൽ നായാട്ടുപള്ളിക്ക് ശേഷം നിശബ്ദനായി ഭൂതഗണങ്ങളെ കൂട്ടി തിരിച്ചെഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം. പരക്കെ കുറേ അധികം ഭക്തജനങ്ങൾ അറിയപ്പെടുന്നത് ഇത് മാളികപ്പുറത്തമ്മയുടെ പ്രേമഭംഗമാണെന്നും നിരാശാജനകമായ എഴുന്നള്ളത്താണെന്നുമാണ്. ശരിക്കും ഭഗവാൻ തന്നെയാണ് എഴുന്നള്ളുന്നത്. മണിമണ്ഡപത്തിലെ ചുവരുകളിൽ അയ്യപ്പ ചരിത്രം മുഴുവൻ പിത്തളത്തകിടിൽ കൊത്തിവെച്ചിട്ടുണ്ട്.